ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച പുതിയ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലേക്ക് അയക്കും. ജംഷഡ്പൂരിലെ CSIR ലാബിലാണ് പരിശോധന. നേരത്തെ VSCയിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായ ഫലം ലഭിച്ചിരുന്നില്ല. റിനു ശ്രീധറാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, VSSCയിലെ പരിശോധനയിൽ അവ്യക്തത ഉള്ളതിനാലാണ് പാളികളുടെ അതിസൂക്ഷ്മ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത്. തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തി ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചത്. ഈ സാമ്പിളുകളാണ് ജംഷഡ്പൂരിലേക്ക് അയച്ച് പരിശോധനയ്ക്ക് അതിസൂക്ഷ്മ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജംഷഡ്പൂരിലെ CSIR ലാബിൽ പരിശോധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ കുറ്റപത്രം അതിവേഗത്തിലാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനുണ്ട്. ഏറ്റവും പ്രധാനമായി SITക്ക് മേൽ ഒരു ആരോപണം ഉയരുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നു എന്നതാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനാ ഫലം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഈ കുറ്റപത്രം സമർപ്പിക്കുവാൻ വേണ്ടി വൈകുന്നത്. അതിനാൽ ഈ ജംഷഡ്പൂരിലെ CSIR ലാബിൽ നിന്ന് പരിശോധനാ ഫലം ലഭിക്കുന്നതോടുകൂടി, അത് ഒരാഴ്ചയാണ് ഇവർ കരുതുന്നത്, അതോടുകൂടി ഇവർക്ക് ഈ കുറ്റപത്രം സമർപ്പിക്കുവാൻ വേണ്ടി കഴിയും എന്നാണ്. നേരത്തെ മുംബൈ ഭാഭ ആറ്റമിക് റിസർച്ച് സെന്ററിലും അതുപോലെ തന്നെ ജംഷഡ്പൂർ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, ഹൈദരാബാദിലെ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവിടങ്ങളിലൊക്കെ തന്നെ പരിശോധിക്കും എന്നുള്ള ഒരു കൂട്ടമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ഈ സാമ്പിളുകൾ കൊണ്ടുപോകും എന്നുള്ള ഒരു വിവരമൊക്കെ തന്നെ വന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ജംഷഡ്പൂരിലെ CSIR ലാബിൽ പരിശോധിക്കും എന്നുള്ളതാണ് അന്തിമമായി ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.